circuited with input open circuited. So these are the terms which helps us to represent our BJT into the equivalent hybrid parameters. Okay, നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പാരാമീറ്റേഴ്സിന്റെ ടേംസിലേക്ക്, ഇതാണ് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ്. ഓക്കെ, ഐ ഫോർഗട്ട് ടു ടെൽ യു വൈ ആർ വി കോളിംഗ് ദിസ് ആസ് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ വൈ ആർ വി കോളിംഗ് ദം ആസ് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ്? എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്? Because it has hybrid dimensions. If we are looking into the dimensions, we can say that if I am looking into the dimensions, shall I look into it? So this is voltage by current. We know that it is input impedance, isn't it? So input impedance means the dimension H11 dimension is in ohms. Impedance, the dimension is in ohm. Whereas what is H12? H12 is reverse voltage gain. That is reverse voltage gain. That is voltage gain only, isn't it? So it has no dimension. So H12 there is no dimensions. What is H21? H21 is also current gain, which is also having no dimension, 0 dimension. And what is H22? H22 is admittance. What is the dimension for admittance? That is ohm inverse, or I can write it as mho. So this is in ohm. There is no dimension for these two, and this is in mho. So it is having hybrid dimensions. The hybrid parameters are having different dimensions. Okay, we can represent our circuit. We will study in circuits and network that you can represent our circuit in terms of admittance parameters, in terms of impedance parameters, in terms of ABCD parameters or hybrid parameters. We can represent a two-port network in different parameters. If we are representing it in terms of Z parameters, impedance parameters, then this particular circuit we can represent. If it is an impedance parameter, then we will be writing in terms of V1, V2. For a two-port network, we can write it as V1, V2 is equal to Z11, Z12, Z21, Z22 into I1, I2. Okay, Z11 is V1 by I1, Z12 is V1 by I2. Okay, നമുക്ക് ഇങ്ങനെ ഒരു ടു പോർട്ട് നെറ്റ്വർക്കിനെ വി ക്യാൻ റെപ്രസെന്റ് ഇൻ ഡിഫറെന്റ് ഫോംസ്. ഒന്നില്ലേ ഇംപിഡൻസിന്റെ ഫോമിലാക്കാം. ഇംപിഡൻസിന്റെ ഫോം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയിൽ പഠിച്ച പോലെ തന്നെ V1 is equal to Z1 I1 plus Z12 I2 അങ്ങനെ ടേംസിൽ എഴുതാം. അപ്പൊ ഇതിന്റെയൊക്കെ ഡയമെൻഷൻ എന്നായിരിക്കും? എല്ലാം ഓമിലായിരിക്കും. സിമിലർലി ഇഫ് ഐ എം റെപ്രസെന്റിംഗ് ഇൻ ടേംസ് ഓഫ് അഡ്മിറ്റൻസ് പാരാമീറ്റർ, ഇറ്റ് വിൽ ബി just inverse. That is I1 I2 is equal to Y11 Y12 Y21 Y22 into V1 V2. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് അഡ്മിറ്റൻസ് പാരാമീറ്റർ എന്ന് പറയും. സിമിലർലി ABCD പാരാമീറ്റർ ഉണ്ട്, ഇതുപോലെ തന്നെയാണ്. എന്താ? ഇൻപുട്ട് വോൾട്ടേജും കറണ്ട്, ഇൻപുട്ട് വോൾട്ടേജും കറണ്ട്, അങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുവാണ് ABCD പാരാമീറ്റേഴ്സ് വരും. അല്ലെങ്കിൽ ഇതുപോലെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഹൈബ്രിഡ്. ഇപ്പൊ ഹൈബ്രിഡ് എന്നുള്ള പേര് വരാൻ കാരണം എന്നാന്ന് വെച്ചാൽ ദ പാരാമീറ്റേഴ്സ് ഹാവ് മിക്സഡ് ഡയമെൻഷൻസ്. ഒരേ ഡയമെൻഷൻസ് അല്ല, പല ഡയമെൻഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഈവൻ ദോ ഡിഫറെന്റ് ഡയമെൻഷൻ ആണെങ്കിലും ഇക്വേഷൻ ഈസ് കറക്റ്റ്. അത് ഞാൻ കണ്ടുപിടിച്ച് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെന്റ് ഡയമെൻഷൻസ് വരുന്നതുകൊണ്ട് വി വിൽ കോൾ ദിസ് പാരാമീറ്റേഴ്സ് ആസ് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ്. ഇതിന്റെ ഡയമെൻഷൻ ഓമിൽ വരുന്നതുകൊണ്ടാണ് വി കോൾ ഇറ്റ് ആസ് ഇംപിഡൻസ് പാരാമീറ്റർ. ഇതിന്റെയൊക്കെ ഡയമെൻഷൻസ് മോയിലാണ്, ഓം ഇൻവേഴ്സ് ആണ്. ദാറ്റ് ഈസ് അഡ്മിറ്റൻസ് ടേംസിൽ വരുന്നതുകൊണ്ട് വി കോൾ ഇറ്റ് ആസ് അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സ്. ദിസ് യു വിൽ സ്റ്റഡി ഇൻ യുവർ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്. ഓക്കെ, സർക്യൂട്ട് ആൻഡ് നെറ്റ്വർക്കിൽ പഠിക്കുവേ. സോ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് ലെസൺ. ബിഫോർ ദാറ്റ് ഐ ഷുഡ് ടെൽ യു വി ഹാവ് സ്റ്റഡീഡ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് സർക്യൂട്ട് ആൻഡ് നെറ്റ്വർക്ക്. സർക്യൂട്ട് ആൻഡ് നെറ്റ്വർക്കിന്റെ ടേംസിൽ പഠിച്ചപ്പോഴാണ് നമ്മളിങ്ങനെ H11 H12 where 1 and 2 are the ports. പോർട്ടിന് 1 and 2 V1 V2 V3 എന്നൊക്കെ പറഞ്ഞല്ലേ we are solving for circuits and network. But now what we are doing is we are doing the same for electronic circuits അല്ലേ. ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ പോർട്ട് നമ്പർ 1 എന്ന് പറഞ്ഞാൽ that is the input port and it will be represented by I, and port number 2 എന്ന് പറഞ്ഞാൽ that is the output port. So which will be represented by using the term 0.
Okay. In electronic circuits also, we are representing with the two suffixes, that is H11, H12. We are representing by using two suffixes, where the first term A comes for the characteristics of the parameter. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാലെണ്ണത്തിൽ ഏതാണെന്ന് തിരിച്ചറിയുന്നതാണ് എ ടേം. സോ ഹിയർ വി ഹാവ് ഇൻപുട്ട് ഇംപിഡൻസ്, reverse voltage gain, forward current gain, and output impedance. So this is the A part. The H11 നെ എങ്ങനെ തിരിച്ചറിയും? If instead of H11 we will write it as HI. Okay, so this A we can write it as, if it is I we can say it as H11, we write it as HI in circuits and network. എന്ന് പറഞ്ഞാൽ H11 ആണോ H12 ആണോ H21 ആണോ H22 ആണോ തിരിച്ചറിയാനാണ് നമ്മൾ ആദ്യത്തെ സഫിക്സ് ഉപയോഗിക്കുന്നത്. I എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് H11 കാരണം എന്താ, ഇൻപുട്ട് ഇംപിഡൻസ് ആണ്. ഇനി H12 നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഹൗ വിൽ വി റെപ്രസെന്റ് H12? ഇറ്റ് ഈസ് റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ. സോ വി വിൽ റെപ്രസെന്റ് ബൈ യൂസിങ് ലെറ്റർ R. Then how will we represent for H21? For H21 we will represent using the first letter F, forward current gain. And what is H22? H22 is represented by using the term 0. അപ്പം ഈ H22 എന്നുള്ളതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ദാറ്റ് ഈസ് H0. H22 is represented by H0. H21 we represent it with HF, and H12 we will represent it as HR. And what is H11? H11 we will represent as HI, input impedance. So we can write it as HI, HR, HF and HO. And we have one more letter. ഒരു ലെറ്ററും കൂടി ഇല്ലേ? What is this B? This B stands for which mode? എന്ന് വെച്ചാൽ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മോഡാണെന്നാണ്. Whether it is a common collector mode or common emitter mode or common base mode. കോമൺ ബേസ് ആണോ, കോമൺ എമിറ്റർ ആണോ, കോമൺ കളക്ടർ ആണോ എന്ന് തിരിച്ചറിയുന്നതാണ് രണ്ടാമത്തെ ലെറ്റർ ബി. സോ ഇഫ് ഐ ആം റീഡ്രോയിങ് മൈ സർക്യൂട്ട് ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോണിക് സർക്യൂട്ട്സിന്റെ ടേംസിലേക്ക് ഇഫ് ഐ ആം ഗോയിങ് ടു റീഡ്രോ ഇറ്റ്, ദെൻ ഐ ഷുഡ് സേ വാട്ട് വാസ് അവർ ഇക്വേഷൻ? അറിയത്തില്ലേ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? അവർ ഇക്വേഷൻ വാസ് V1 I2. ഈ ഇക്വേഷൻ, if I am rewriting this equation in terms of electronic circuitsന്റെ ടേംസിലേക്ക് ഞാൻ എഴുതുകയാണ്. that too in common emitter amplifier configuration. if I am rewriting in terms of common emitter കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണെങ്കിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? I1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് IB, ആൻഡ് I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് IC. I1 is IB and I2 is IC. So if I am writing V1 input voltage VI and output voltage I2 I am writing, okay, or you can write it as IC is equal to common emitter configuration H11 is I. So HI for common emitter configuration it is HIE. H12 it is R, so I can write HRE. H21 that is forward current gain, so HFE. And H22 is output admittance, so I can write HOE. And I can write it as I1 or II, input current. And what is V2? V2 is output voltage. Here I2 is output current. This output current I can also write it as IC, and this input current I can write it as IB. This output voltage I can write it as VCE, and this input voltage I can write it as VBE. So I can again rewrite as VBE into IC. VBE IC is equal to HIE, HRE, HFE, HOE into IB into VCE. This is a hybrid parameter for a common emitter amplifier. This is the hybrid parameters for a common emitter amplifier. Okay. Now what we have to do is we have to
form the equivalent circuit. അല്ലേ? We have to form the equivalent circuit. അതിനു വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും പാടുപെട്ടതല്ലേ? What is our aim? We have to represent our BJT in terms of hybrid parameters. ഇല്ലേ? മറന്നുപോയോ? ഇതായിരുന്നു നമ്മളുടെ BJT എന്ന് പറഞ്ഞ സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ ഈ BJTയെ മാറ്റിയിട്ട് ഇത് വെച്ചിട്ടുള്ള ഒരു ഇക്വലന്റ് സർക്യൂട്ട് വെച്ച് വേണം നമുക്ക് വരയ്ക്കാൻ. For that, what we have to do is, first we have to write the equation. Okay, so what is the equation we have to write? Just now, നമ്മൾ equation എഴുതിയായിരുന്നു അല്ലേ? What is the equation? Equation is VI, input voltage VI is equal to HI into II plus HR into V0. This was the equation now we have written. Or in VI, what is VI? VI is our first input voltage, isn't it? So, this is our first equation, and we have our second equation. What was our second equation? I2 is equal to H21 I1 plus H22 into V2 or output voltage V0. This was our second equation. V0 or V2 I am writing. Okay, I am writing in terms of II and V2. So if I am writing like this, we have two equation. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഇപ്പൊ ഹൈബ്രിഡ് പാരാമീറ്റർ ടേംസിൽ നമ്മൾ ഫോം ചെയ്തു കേട്ടോ. അതായത് either I can write VI and V0, I0 and V0 ടേംസിൽ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ I or VIയും I0 V0 ടേംസിൽ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ I1 I2 V1 V2 ടേംസിൽ റെപ്രസെന്റ് ചെയ്യാം. സോ നൗ നമ്മുടെ എയിം എന്താ? വി ഹാവ് ടു റെപ്രസെന്റ് ദിസ് BJT ഇൻ ദ ഇക്വലന്റ് സർക്യൂട്ട് മോഡൽ. സോ ദിസ് ഇസ് ദ ഹൈബ്രിഡ് ഇക്വലന്റ് ഇക്വേഷൻ. അപ്പം what I am going to do is I have to form a circuit from this equation. So what is the dimension for this equation? ഇതെന്ന് പറഞ്ഞാൽ വോൾട്ട് ആണ്. The unit is volt. I am just checking whether my equation is correct or not. Dimensions correct ആണെങ്കിലേ equation correct ആവുള്ളൂ. For that I am checking. So volt HI എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻപുട്ട് ഇമ്പിഡൻസ് ആയിരുന്നു. ഇൻപുട്ട് ഇമ്പിഡൻസിന്റെ യൂണിറ്റ് ഓം ഇൻറ്റു I എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കറണ്ടാ. ഓമും ആംബിയറും കൂടെ വരുമ്പോൾ എന്താ? ഇറ്റ് ഈസ് അഗെയിൻ വോൾട്ട്. Okay, so this is volt plus HR. HR is reverse gain ആണ്. അപ്പൊ ഗെയിനിന് യൂണിറ്റ് ഒന്നുമില്ല. ദിസ് ഈസ് ഓൾസോ വോൾട്ട്. സോ നമ്മുടെ ഇക്വേഷൻ കറക്റ്റ് ആണ്. ഇക്വേഷൻ the dimension of the equation or dimension of all terms of the equation is in volt. ഇതെല്ലാം വോൾട്ട് ആണ്. നമുക്ക് ഏത് ലോ വെച്ച് നമുക്ക് ഇവനെ സോൾവ് ചെയ്യാം? We can solve by using Kirchhoff's voltage law. Kirchhoff's voltage law വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുന്നത്? According to Kirchhoff's voltage law, if I am rewriting VI minus HI into II minus HR into V0 is equal to 0. This is my first equation if I am rewriting in terms of Kirchhoff's voltage law. അപ്പോൾ Kirchhoff's voltage law കൊടുക്കുകയാണെങ്കിൽ this is my term VI plus minus. Okay, so ഇങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യുവാണ്. മൈനസ് HI, ഇത് ഇൻപുട്ട് ഇമ്പിഡൻസ് ആണെന്നറിയാം. So I am drawing an input impedance that is of the resistance HI. So what is the current? The current is II. Input current is II. This is HI. So the potential drop across here it is plus minus, and this is HI into II minus HR into V0. V0 is the output voltage, isn't it? So V0 is an output voltage. So I am drawing it as a dependent parameter. Okay. So this is a voltage source and it depends on HR. So I can draw it as HR into V0. And what is the symbol? Minus. So it is plus minus. So I can write it as plus minus HR into V0. So this is the equivalent circuit from this equation. ആദ്യത്തെ ഇക്വേഷനിൽ ഞാൻ കിർച്ചോസ് വോൾട്ടേജിലോ വെച്ച് ഇക്വലന്റ് സർക്യൂട്ട് വരച്ചു. നോക്കിക്കേ കറക്റ്റ് ആണോ എന്ന്. ഇങ്ങനെയാണ് എന്റെ ഇക്വേഷൻ പോകുന്നത്. ദാറ്റ് ഈസ് പ്ലസ് VI മൈനസ് II HI minus HR V0 is equal to 0. Okay, so
First equation കഴിഞ്ഞു. Now I am considering my second equation. What is second equation? I0. I0, the dimension is amperes. And H21. H21, how can I write it? Oh, I forgot to write in terms of I0 is equal to what is H21? H21, what is the name for H21? H21, I can call it as forward current gain, isn't it? So, HFE into I1, that is I plus H22 is output admittance. So, HOE into output voltage V0. This is my equation. So, if I am checking for the dimension for I0 is ampere, HFE is forward gain, no dimension, II is also ampere plus HOE is output admittance. So, 1 by ohm or more and into output, that is voltage. Voltage by ohm, voltage by resistance, I can summarize it as this is also ampere. So, the dimension is in terms of amperes. അല്ലേ, ഇത് ആംബിയേഴ്സ് വെച്ചിട്ടുള്ളതാണ്. ഇതും ആംബിയർ, ഇതും ആംബിയർ, ഇത് ആംബിയർ ആണ്. അപ്പം this is which law I can put here? All these are in all terms are voltage terms. So, I have applied Kirchhoff's voltage law. Here all the terms are current terms. So, how will I write? I will apply Kirchhoff's current law. According to Kirchhoff's current law, how can I say this I0 is equal to HFE into I1 plus HOE into I0. So, this I0 I am taking it as, what was the direction for I0 output current? The direction was this, IC was inwards. So, I will take I0 as inward direction. Okay, I0, if I am redrawing it as inward direction, so I am redrawing it. This is my current I0, output current. Then I0 is equal to, what is? I0 is equal to HFE into I1. I1 is a current source. So, I am drawing it as current source. So, I1. So, it should be in the opposite direction. Isn't it? So, how can I write? HFE I0 is equal to I0 minus, sorry, it should be in the other direction. This is the node I am taking. So, this is entering the current. This current I0 enter ചെയ്യാണ്. അപ്പോൾ ഇതിന്റെ opposite direction വേണം. So, I can write it as HFE into I1 or II. This is HFE into II facing downward. This arrow is facing downward. And what is the other term? HOE. HOE എന്ന് പറഞ്ഞാൽ output admittance ആണ്. So, what I am going to do is, I am connecting it in parallel impedance. So, HOE. So, HOE into what is the output voltage? That is V0. Okay. So, I0, what is the direction? Current direction, it will be like this only. Okay, HOE into output voltage, HFE. ഒന്നുകൂടെ പറഞ്ഞു തരണോ? In the second equation, all the terms are in ampere terms. So, I am applying Kirchhoff's current law. Kirchhoff's current law എന്താ പറയുന്നത്? Incoming current is equal to outgoing current. So, I0 എന്ന് പറഞ്ഞാൽ it is flowing inside the circuit. Inside the circuitലാണെങ്കിൽ HFE into I1. I1 current source ആണ്. So, I have represented like this, HFE. HFE into I1. plus HOE. HOE is output admittance. Admittanceന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? ഇംപെഡൻസിനെ പാരലായിട്ട് കണക്ട് ചെയ്തു. HOE into V0. ഇതാണ് ഇതിലേക്കൂടെ പോകുന്ന കറണ്ട്. So, if I have to represent in terms of hybrid model, എന്ത് ചെയ്യണം? We should connect these two. അല്ലെ, ഇതിനെ രണ്ടിനെയും കൂടെ അങ്ങ് ഒന്നിച്ച് വരച്ചാൽ പോരെ. ഇത് നെഗറ്റീവ് ആണ്, ഇതെന്താ പ്ലസ് മൈനസ് ഇങ്ങനെയല്ലേ വരിക. So, I will connect this together and put it as a ground. And if I am drawing this together, then I can say this is the hybrid model. പറഞ്ഞ് മനസ്സിലായി? ഇതിനെയാണ് this is the hybrid model representation of our എന്താ transistor. This is the hybrid model representation of our transistor. അപ്പം how can I draw this? അപ്പം എങ്ങനെയാ എനിക്ക് ടോട്ടലി വരയ്ക്കാൻ പറ്റുന്നത്? ഇതായിരുന്നു, this was my input circuit അല്ലേ. ഈ സർക്യൂട്ടില് instead of this BJT, I have to draw this hybrid model. So, if I am redrawing my circuit, first circuit ഓർമ്മയുണ്ടോ? We were giving the input voltage
Wait a minute. Okay, if I am drawing the input voltage, that is, first there was a source resistance Rs and an input voltage Vin or Vs. Then there was a base resistance, isn't it? ഒരു R1 parallel R2 ഉണ്ടായിരുന്നു. Any doubt? Please refer the last lecture, R1 parallel R2, or I can call this as my RB. RB. Then comes the base. ഇവിടെ നിന്നായിരുന്നു ആ ബേസ് വന്നത്. Okay, so instead of this base, what I have to do here, I have to draw IB. I എന്ന് പറഞ്ഞാൽ എന്താണ്? It is IB, and there is an input impedance HI. Then there is a voltage source, and that voltage source is plus minus, and here it is HR into V0. Okay, this is HI, HR into V0. Now what I have to draw? I have to draw this. This is another current source. The arrow is downwards. And what is the value? It is HFE into II. HFE into II. Then what comes here? Then there is an output admittance. This HOE. HOE, this is my HOE, and here we can, what can we connect? We can connect our resistance. One resistance was there, RC value, or we can connect load also. Okay, so here this is the output port. Okay, so this is your output port, and we can measure the voltage V0 from here. This is the output port, and this is the input port. And you should note down that, what you should note, this is the input port, isn't it? So we have to find out the input impedance. Okay, we have to find out the we can find out the input impedance ZI by looking into the circuit, and we can also find out the output impedance Z0 by looking into the circuit, and also we can find out the current gain, voltage gain, overall voltage gain, overall current gain, etc. from this equivalent circuit. So what is this? This is the hybrid model of a common emitter amplifier. Hybrid model of a common emitter amplifier. This HII is corresponding to H11. What is HII? HII is corresponding to H11, and what is H12? H12, here HR corresponds to H12, and what is HF? HFE corresponds to H21. This will be H21, and what is H0? That is H22. Okay, these are the H parameters. If you are asked to write about the H parameters, then you have to write the equation and also the condition. Okay, so I hope you understood. So in order to summarize today's class, we have discussed how we can represent it in terms of hybrid model. In hybrid model, we are representing by using hybrid parameters. There are 4 hybrid parameters: H11, H12, H21, H22. They are called hybrid parameters because the dimensions of the parameters are very different. So we call it as a hybrid parameter. And in order to find out hybrid parameter, first we are making the input open circuited, and we will find out we will make the input open circuited, and we will find out the reverse hybrid parameter, reverse voltage gain, and as well as output admittance. Then we will short circuit the output, and we will find out the input impedance as well as the forward current gain. And we will find out the equation from the equation, hybrid parameters, and then we will solve the equation, and from the equation we will draw equivalent circuit. From first equation we will solve by using Kirchhoff's voltage law, and the second equation, the dimensions are current, so we will solve using Kirchhoff's current law, and we will represent the
BJT into an equivalent model. This is the equivalent hybrid equivalent model of the BJT. From this hybrid equivalent model, again we will come back to our equivalent circuit and we will represent that BJT with the equivalent circuit. So this is the hybrid equivalent circuit. Hybrid equivalent circuit of a common emitter amplifier. Okay, now in the next class, in the next lesson, we will find out how we will see how can we find out the current gain, voltage gain, input impedance, output impedance, etc. So we are analyzing the circuit in order to find out the input impedance, current gain, voltage gain, output impedance, etc. so that we can design an amplifier of our required characteristics. We have to find out, I need an amplifier with this much voltage, that is 10 volt, and if the input is 1 volt, then we have to design our circuit. We have to design for that particular voltage gain. So how can we design it? That we will study in our next class. So I think you understood what is hybrid parameter. If you have any doubt, feel free to ask me. Contact via WhatsApp or your Google Classroom, or we have a small Google site. Anywhere you can contact me. Feel free to ask any doubt. So I hope you enjoyed the lesson. Thank you. Happy learning. Stay safe.